ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫോട്ടോ കാലണ്ടറിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു ഡോക്യുമെന്റ് ഫയൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു A5 സൈസിൽ ഒരു ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ എലമെന്റ്സിൽ ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്താൽ ഒത്തിരി ഇതുപോലുള്ള ഫ്രെയിംസ് കിട്ടും. അതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു കോർണർ വരുന്ന രീതിയിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കോർണർ സൈസ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മന്തും ഇയറും നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള കലണ്ടർ നിങ്ങൾക്ക് എളുപ്പത്തിനാണെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഇതുപോലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കലണ്ടേഴ്സ് കിട്ടും കേട്ടോ. അപ്പം അതിൽ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ 3 ഡോട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കളറും ടെക്സ്റ്റ് ഫോണ്ടും ഒക്കെ കൊടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ആദ്യം ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാ ഇതുപോലെ 7 കോളം ആക്കി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു 5 റോ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തും കൂടെ കൊടുക്കുക. എന്നിട്ട് ഓരോ മന്തിനനുസരിച്ച് നമുക്ക് ഈ ഓരോ ടെക്സ്റ്റും ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിന് മുകളിൽ ഒരു റോയും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വീക്ക്. പക്ഷേ വീക്ക് അതിനോട് വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ അപ്ലോഡ് സെക്ഷനിൽ നമുക്ക് വേണ്ട ഫോട്ടോസ് ഗാലറിന്ന് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം PNG ഫയലായിട്ട് ഞാൻ ഫുൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു A3 സൈസ് ഷീറ്റ് എടുക്കുക. അതിൽ 6x9 സെന്റിമീറ്റർ ഓരോ സൈസും ഇതുപോലെ ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ട് ലേസർ പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത്. താങ്ക് യു.